പാർലമെന്റിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. വിശദമായ ദേഹപരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഷൂസ്, ബൂട്ടുകൾ, ബാഗുകൾ എന്നിവയും പരിശോധിക്കുന്നു. സഭയിൽ സ്വീകരിക്കേണ്ട നടപടി ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ നേതാക്കൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നു. സുരക്ഷാ വീഴ്ചയിൽ അമിത്ഷാ സഭയിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. അതേസമയം പാർലമെന്റ് സുരക്ഷാ ചുമതലയുള്ള 7 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, പാർലമെന്റിലെ ഈ അതിക്രമവുമായി ബന്ധപ്പെട്ടിപ്പോൾ 7 സുരക്ഷാ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരുടെ യോഗവും ഈ വിഷയത്തിൽ വിളിച്ചിരുന്നു. ഒപ്പം പ്രതിപക്ഷം ഈ ഒരു വിഷയത്തെ സഭയിൽ ആയുധമാക്കാനുള്ള സാധ്യത തന്നെയാണോ ഉള്ളത്? വിഷ്ണു, ഇന്നലെ ഉണ്ടായ ഈ പാർലമെന്റിലെ അതിക്രമവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള അനുരാഗ് ഠാക്കൂർ, അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ തുടങ്ങിയവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന്. ഇതിൽ പ്രതിപക്ഷം ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക? പാർലമെന്റിലെ അതിക്രമത്തിൽ സഭ പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നുള്ളതാണ് പ്രതിപക്ഷ ആവശ്യം. എന്നാൽ ഈ സംഭവത്തിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി തനിക്കാണ് എന്നുള്ളതാണ് സ്പീക്കർ വ്യക്തമാക്കുന്നത്. പാർലമെന്റിലെ അംഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് സ്പീക്കർ എന്ന നിലയ്ക്ക് തൻ്റെ ഉത്തരവാദിത്വമാണ്. ഇതിന്മേൽ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും സ്പീക്കർ വ്യക്തമാക്കി. 8 സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ഈ അതിക്രമവുമായി ബന്ധപ്പെട്ടിപ്പോൾ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം അമിത്ഷാ ഈ വിഷയത്തിൽ പ്രത്യേക പ്രസ്താവന മറുപടി പറയില്ല എന്നുള്ള കാര്യവും സ്പീക്കർ വ്യക്തമാക്കി. ഇതേ തുടർന്ന് പ്രതിപക്ഷം വീണ്ടും സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി സ്പീക്കറുടെ ചേംബറിന് മുന്നിലേക്ക് എത്തി പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. ചോദ്യോത്തരവേള പോലും തുടരാൻ അനുവദിക്കുകയും ചെയ്തിട്ടില്ല. ഗൗതം അനന്തനാരായണൻ ഉണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. ഗൗതം, ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി എടുക്കുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ ഇപ്പോൾ നിലനിൽക്കുന്നത്? വിഷ്ണു, അതുതന്നെയാണ്. പാർലമെന്റിന്റെ ഇരുസഭകളിലും രാവിലെ വലിയ തോതിലുള്ള പ്രതിപക്ഷ ബഹളം കാണാൻ സാധിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയമുണ്ടായി. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരെ ഉപയോഗിക്കുവാനുള്ള ഒരു ആയുധമായി ഈ പാർലമെന്റിൽ നടന്നിട്ടുള്ള അതിക്രമത്തെ ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ 11 മണിക്ക് ഇരുസഭകളും ചേരുമ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം ഒരുപോലെ ബഹളം വെച്ചു. പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇരുസഭകളിലും പ്രസ്താവന നടത്തണം. എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നതാണ് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മുന്നണികളുടെയും ആവശ്യം. എന്നാൽ ഇത് ലോക്സഭാ സ്പീക്കർ ഓം ബിർള തള്ളുകയാണ്. അദ്ദേഹം ഇന്നിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് പാർലമെന്റിന്റെ പ്രത്യേകിച്ച് ലോക്സഭയുടെ സുരക്ഷാ ചുമതല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദീകരിക്കുവാനുള്ള ചുമതല തനിക്കാണ്. അതിനാൽ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ പാർലമെന്റിൽ ഒരു വിശദീകരണം നൽകേണ്ട ആവശ്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ല എന്നാണ് ഓം ബിർള പറഞ്ഞത്. എന്നാൽ ഇത് ഉൾക്കൊള്ളാൻ കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. വലിയ ബഹളം തുടർന്നു. ഈ സാഹചര്യത്തിലാണ് 2 മണിവരെ ഇപ്പോൾ ലോക്സഭ നിർത്തിവച്ചിരിക്കുന്നത്. രാജ്യസഭയിൽ പ്രതിപക്ഷ ബഹളം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതേസമയം തന്നെ 7 സുരക്ഷാ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആദ്യ നടപടിയിലേക്ക് ഈ ഒരു അതിക്രമവുമായി ബന്ധപ്പെട്ട് ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ആദ്യ നടപടി ഉണ്ടായിരിക്കുന്നു. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായതെങ്കിൽ പിന്നീട് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഈ സുരക്ഷാ ജീവനക്കാരെ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ തേടുന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ 7 പാർലമെന്റിലെ സുരക്ഷാ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. അതേസമയം തന്നെ ഈ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള 5 പേർക്കുമേൽ UAPA ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടുള്ള നടപടികൾ ഡൽഹി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഇവരുടെ പൂർവ്വകാല പ്രവർത്തനങ്ങൾ, കാരണം കഴിഞ്ഞ ജനുവരി മുതൽ തന്നെ പാർലമെന്റിനകത്ത് ഇത്തരത്തിൽ ഒരു അതിക്രമം നടത്തുവാനുള്ള ഗൂഢാലോചന ഈ ശക്തികൾ നടത്തിയിരുന്നു. അതിനാൽ ഏതെങ്കിലും ദേശവിരുദ്ധ സ്വഭാവമുള്ള സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ടോ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. IBയുടെ ഒരു പ്രത്യേക ടീം ഇന്നിപ്പോൾ
മൈസൂരിലെത്തിയതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. മനോരഞ്ജൻ എന്ന വ്യക്തിയാണ് പ്രധാനമായും ഈ സ്പ്രേ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ഗാലറിയിൽ നിന്നും താഴേക്ക് ചാടിയത്. അതിനാൽ ഇയാളുടെ പൂർവ്വകാല പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് IBയുടെ പ്രത്യേക സംഘം കർണാടകയിലെ മൈസൂരിൽ എത്തിയിരിക്കുന്നത്. അവിടെ കർണാടക പോലീസുമായി ചേർന്നുകൊണ്ടുള്ള ചില പരിശോധനകളും നിരീക്ഷണങ്ങളും അവിടെ നടത്തുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഒരു രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ രാജ്യസഭയിലും പ്രതിപക്ഷം ബഹളം വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് തിരികെ എത്താം. ഗൗതം, ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിൽ തന്നെ ഒരു ഭിന്നാഭിപ്രായം നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BSPയുടെ MP പറഞ്ഞിരിക്കുന്നത് വിഷയത്തെ കൃത്യമായ രീതിയിൽ അപലപിക്കണം, പക്ഷേ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മുന്നോട്ട് പോകേണ്ട സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. മുഴുവൻ അംഗങ്ങളും ഒറ്റക്കെട്ടായി നിലനിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. പക്ഷേ പ്രതിപക്ഷം, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ്. വിഷ്ണു, ഇതൊരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നതിൽ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളുമില്ല. BSP അടങ്ങുന്ന ഒരു വിഭാഗം പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തേണ്ടതില്ല എന്ന നിലപാടിലാണ് ഉള്ളത്. മാത്രമല്ല YSR കോൺഗ്രസോ BJDയോ ഒക്കെ അടങ്ങുന്ന മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ഇന്നിപ്പോൾ ഈ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ INDA മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, DMK തുടങ്ങിയ കക്ഷികളാണ് ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ബഹളം തുടരുന്നത്. എന്തായാലും രാജ്യസഭയിലും ബഹളം തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികൾക്കും ഇത്തരത്തിലൊരു നിലപാടുണ്ട് എന്ന് വിശദീകരിക്കാൻ സാധിക്കത്തില്ല. BSP ആകട്ടെ, BJD, YSR കോൺഗ്രസ് ഒക്കെ തുടങ്ങിയ കക്ഷികൾ ഇതിനെ ഒരു സുരക്ഷാ വീഴ്ച എന്ന നിലയിൽ കാണുന്നുണ്ട്. ഒപ്പം ആ ഒരു ഗൗരവത്തിൽ ഇത് സംബന്ധിച്ചുള്ള സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് അത്തരം രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും DMKയും അതോടൊപ്പം തന്നെ ഇടത് പാർട്ടികളുമാണ് ഇത് സുരക്ഷാ വീഴ്ചയായതിനാൽ ആഭ്യന്തരമന്ത്രി തന്നെ പാർലമെന്റിൽ പ്രസ്താവന നടത്തണം എന്ന നിലപാടിൽ അടിയുറച്ചു നിൽക്കുന്നത്. എന്നാൽ ഇതിപ്പോൾ ലോക്സഭാ സ്പീക്കർ തള്ളുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അത്രയും സീനിയർ നേതാവ് തന്നെയാണ് ഇന്നിപ്പോൾ ലോക്സഭയിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിച്ചത്. അദ്ദേഹം ഇന്നലെ ഉണ്ടായ സംഭവത്തെ അപലപിക്കുന്നുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് മാത്രമല്ല ഈ പാസ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇനിയും വലിയ ജാഗ്രത എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും MP-മാർ പുലർത്തണം എന്ന സന്ദേശം കൂടി ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. കാരണം ഇന്നലെ BJP MP പ്രതാപ് സിംഹയുടെ പാസിലാണ് ഈ രണ്ടു പേർ, മനോരഞ്ജനും അതോടൊപ്പം തന്നെ സാഗർ ശർമ്മയും പാർലമെന്റിനുള്ളിൽ പ്രവേശിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസിന്റെ ആരോപണം, പ്രത്യേകിച്ച് ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്നലെ പറഞ്ഞത് ഇത് BJP സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു അതിക്രമമാണ്, BJP MPയുടെ പാസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അക്രമികൾ പാർലമെന്റിൽ കടന്നത് എന്നുള്ളതാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് BJP നൽകുന്ന വിശദീകരണം ഇത്തരം പാസുകൾ എല്ലാ MP-മാരും ഇത്തരത്തിൽ നൽകാറുണ്ട്. പ്രത്യേകിച്ച് ഓരോ MP-മാരും പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ നിന്നും സംസ്ഥാനത്ത് നിന്നും ആളുകൾ എത്തുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ഇത്തരം വിസിറ്റേഴ്സ് പാസുകൾ, സ്ലിപ്പുകൾ സ്വാഭാവികമായും MP-മാരുടെ ഓഫീസുകൾ അനുവദിക്കാറുണ്ട്. അതിനാൽ ഈ വരുന്ന ആളുകളെ പറ്റി വലിയ തോതിലുള്ള പരിശോധനകൾ മുൻപ് നടത്തിയിരുന്നില്ല. എന്നാൽ അതിലൊരു വീഴ്ച ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. അതായത് ഇനിയും എല്ലാ MP-മാരും വലിയ ജാഗ്രത പുലർത്തണമെന്ന സന്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വിഷ്ണു, ഗൗതമനന്ദ നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോക്സഭയിലും രാജ്യസഭയിലും ഒരുപോലെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ ബഹളം വയ്ക്കുകയാണ്. രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് പ്രതിപക്ഷം പാർലമെന്റ് അതിക്രമത്തെ.